കെ.പി.സി.സിയുടെ DGP ഓഫീസ് മാർച്ചിൽ വൻ സംഘർഷം. നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. ആക്രമണം രൂക്ഷമായതോടെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. സമരവേദിക്ക് സമീപം കണ്ണീർവാതക ഷെൽ വീണു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. തന്നെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണം എന്നാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ശ്വാസം കിട്ടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. MP എന്ന പരിഗണന പോലും നൽകാതെയാണ് പോലീസ് നടപടിയെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. സ്റ്റേജിലേക്കല്ലേ വെള്ളമടിച്ചതും ഈ പൊട്ടിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ശ്വാസം പൊട്ടിയപ്പോൾ ഈ സ്മോക്ക് കയറിയപ്പോൾ ശ്വാസം പൊട്ടിപ്പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്, ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. പോലീസിൻ്റെ അകത്തുള്ള ഗുണ്ടകൾ, പിന്നെ പുറത്തുള്ള ഗുണ്ടകൾ എല്ലാ ജില്ലയിൽ നിന്നും അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകൾ വേദിയിലിരിക്കുമ്പോഴുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുയർത്തുന്നു നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. തീരെയല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാർണിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്യായമാണ്. ഞാൻ DGP വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയാൻ പോകണം നോക്കാമല്ലോ. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP-മാരാണ്. 6 MP-മാരും 4-5 MLA-മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് ഷെൽ അടിക്കാൻ പാടും. അത് മാത്രമല്ല, ഭയങ്കര ഹൈഗ്രേഡ് ആയിരുന്നു. ആരാണ് ഈ ഓർഡർ? DGP പറഞ്ഞു, ഞാൻ തന്നെ ടെലിവിഷനിൽ കാണാൻ എനിക്ക് അതിശയമാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ആരാ കൊടുത്തിരിക്കുന്ന ഓർഡർ? ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു. സംശയവുമില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും അടിച്ചത്. പോലീസ് നടപടി കെ സുധാകരനെ ലക്ഷ്യമിട്ട് എന്ന ഗുരുതരാരോപണവുമായി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി. ഇന്ന് ഇവിടെ നടന്ന സംഭവം, ഞാൻ ബഹുമാനായ KPC പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആസൂത്രിതമായ അക്രമമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല. കെ.പി.സി.സി മാർച്ചിനിടെ പോലീസിന് നേരെ ആസൂത്രിതമായ ആക്രമണം അരങ്ങേറിയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ജാഥ ആരംഭിച്ചതു മുതൽ റോഡരികിലെ ബോർഡുകൾ അടിച്ചു തകർത്തു. റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയെന്നും EP ജയരാജൻ കുറ്റപ്പെടുത്തി. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടാണ്. വടിയും കമ്പിവടിയും അതുപോലെ RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അല്ലമീൻ, സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിൽ തന്നെ നേതാക്കൾ വേദിയിലിരിക്കുന്ന സമയത്ത് കണ്ണീർവാതക പ്രയോഗം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നു. വേദിയിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, KPCC അധ്യക്ഷനുണ്ട്. അതിൽ തന്നെ KPCC അധ്യക്ഷനെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ആക്രമണം എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി പ്രതിപക്ഷം ഉയർത്തുന്ന പശ്ചാത്തലം ഇന്ന് തലസ്ഥാന നഗരത്തിൽ കണ്ടതെന്താണല്ലേ? പോലീസ് ഗുണ്ടാരാജിനെതിരെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് KPCC ഇന്ന് DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും മാർച്ചിന്റെ മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. DGP ഓഫീസിന് സമീപത്തായി ബാരിക്കേഡ് പോലീസ് തീർത്തിരുന്നു. ആ ബാരിക്കേഡിനടുത്തേക്ക് പക്ഷേ പ്രവർത്തകരോ നേതാക്കളോ എത്തിയില്ല. അതിനു മുൻപ് സജ്ജീകരിച്ചൊരു താൽക്കാലിക വേദിയിൽ നേതാക്കൾ കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷന്റെ വാക്കുകൾ കഴിഞ്ഞതോടെ ചില പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം നടത്തുകയും പോലീസിനെതിരെ മുദ്രാവാക്യം വിളി മുഴക്കുകയും ചെയ്തു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ചില പ്രവർത്തകർ ചെരുപ്പൂരിയും പോലീസിന് നേരെ എറിയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗം വളരെ ശക്തമായ രീതിയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ വഴിയിൽ കിടന്ന കല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ വർഷിക്കുകയായിരുന്നു. കല്ലുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ കൊണ്ടുവന്നതല്ല. കാരണം അത് പറയാൻ കാരണം അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു, വെട്ടിപ്പൊളിച്ചിട്ട ഭാഗമാണ്. അവിടെ റീടാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മെറ്റൽ കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ കല്ലുകളാണ് പ്രവർത്തകർ പെരുമട പോലെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞത്.
ഈ സമയത്താണ് പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും ഒക്കെ പ്രയോഗിച്ചത്. ആ സമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എത്ര വലിയ സമരം നടന്നാലും, എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും, പോലീസിനെതിരെ എത്ര വലിയ അക്രമ സ്വഭാവം ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ വലിയ തരത്തിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കുമെന്നുള്ള സൂചന വന്നാലും സാധാരണ പോലീസ് സ്വീകരിക്കുന്ന ഒരു നടപടി ജലപീരങ്കി പ്രയോഗിക്കും. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടിയിലേക്ക് ടിയർ ഗ്യാസോ കണ്ണീർ വാതകമോ അതുപോലെ തന്നെ ഗ്രനേഡോ ഒക്കെ പ്രയോഗിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് കൊടുക്കൽ പതിവുണ്ട്. പക്ഷേ ഇന്നത്തെ സംഭവത്തിൽ പോലീസ് അത്തരമൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മളും അവിടെ ഉണ്ടായിരുന്നു. കല്ലുകൾ തുരുതുര കോൺഗ്രസ് പ്രവർത്തകർ വർഷിച്ചതോടെ ജലപീരങ്കിക്ക് പിന്നാലെ തുടർച്ചയായും ടിയർ ഗ്യാസും അതുപോലെ തന്നെ ഗ്രനേഡും പോലീസ് പ്രയോഗിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഈ വി ഡി സതീശനും കെ സുധാകരനും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെ MLA-മാരും MP-മാരും ഒക്കെ ഇരിക്കുന്ന വേദി എന്ന് പറയുന്നത് ഒരു ലോറിയുടെ പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ ഇരിക്കുന്നത്. അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്. ഈ ഫ്ലക്സ് ബോർഡിലേക്ക് വളരെ ശക്തമായും ഫയർഫോഴ്സ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രനേഡും ടിയർ ഗ്യാസും അവരുടെ മുകളിലൂടെ പോയി പൊട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ പ്രിവിലേജ് ഉള്ള MLA-മാരും MP-മാരും അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ആളുകളും അല്ലെങ്കിൽ അതിന്റെ പ്രിവിലേജ് ലഭിക്കേണ്ട, പരിരക്ഷ ലഭിക്കേണ്ട ആളുകളൊക്കെ ഉള്ളപ്പോൾ അതൊന്നും മാനിക്കാതെ, നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ പോലീസ് സ്വീകരിച്ച നടപടി അത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ളതാണ് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്നതിൽ അന്വേഷണം വേണമെന്ന് കൂടി പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമായി കൂടി പ്രതിപക്ഷ നേതാക്കളിൽ ചിലർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു. KPCC പ്രസിഡന്റും പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിലും സമാനമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് പോലീസ് തനിക്കും സഹ MP-മാർക്കുമെതിരെ ഇത്തരം ഒരു അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ സുധാകരൻ പറയുന്നത്. സുധാകരൻ അതിനോടൊപ്പം മറുവശത്താണെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു മുഖ്യമന്ത്രി, പരിഹസിച്ച് തള്ളുന്നു നേതാക്കൾ. മന്ത്രിമാരുടെ അടക്കം പ്രതികരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. പോലീസ് നടപടിയെ തുടർച്ചയായി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പക്ഷേ നവകേരള സദസ്സിൻ്റെ അവസാന ദിവസമാണ്. മുതിർന്ന നേതാക്കളടക്കം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം തെരുവിലേക്കിറങ്ങി പോലീസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലം. ഇനി ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? അല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, മണ്ഡലം തലങ്ങളിൽ വ്യാപകമായിട്ട് പന്തം കൊളുത്തി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും എന്നുകൂടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, MP-മാരും MLA-മാരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും പ്രിവിലേജ് കമ്മിറ്റികൾക്ക് മുന്നിൽ പരാതി നൽകാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അത് ആ അർത്ഥത്തിൽ വിനിയോഗിക്കുമെന്നുള്ളതാണ് നേതൃത്വം പറയുന്നത്. അതോടൊപ്പം പോലീസ് അല്ലാതെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഒരു നിർദ്ദേശം, ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതാരാണ് എന്നതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി, മറ്റൊരു ആക്ഷേപം. അതോടൊപ്പം ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ പോലീസിന്റെ നടപടിയിൽ ആ പോലീസിനെതിരെ നടപടി വേണം, ആ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ വാക്പോരിനപ്പുറം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതൃത്വം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതു തലത്തിൽ വേണം, തരത്തിൽ വേണം, ഏതു വിധത്തിൽ വേണം എന്ന കാര്യത്തിൽ ഒരുപക്ഷെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും നേതാക്കൾ തീരുമാനിക്കുക. ഏതായിരുന്നാലും നവകേരള സദസ്സ് ഇന്ന് സമാപിച്ചാലും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അത് വരും ദിവസങ്ങളിലും കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം പ്രാദേശിക തലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷം അത് പ്രാദേശിക തലത്തിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. അത് പലയിടത്തും കാണുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇനി താഴെത്തട്ടിൽ അല്ലെങ്കിൽ പ്രാദേശിക തലങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം കൂടി നടത്തുമെന്നുള്ള സൂചന ഇതിനോടകം നേതാക്കൾ നൽകി കഴിയുകയും ശരി. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.